ഞങ്ങളൊരു ഇന്നോവ വണ്ടി, പിന്നെ ഈ വർഷം എന്റെ കൂടെ വരുന്ന കൂട്ടുകാരിക്ക് കാറിന്റെ പുതിയ വണ്ടി എടുത്ത്, അപ്പൊ ആ വണ്ടിയിലും 5 പേര് വന്നിട്ടുണ്ട്. അപ്പൊ അവർക്കിപ്പോ തീരെ വയ്യ. ഒരു ആക്സിഡന്റ് പറ്റി തുടയിലൊക്കെ പൊട്ടിയിട്ട് കമ്പിയൊക്കെ കയറ്റിയിട്ടിരിക്കും. അപ്പോഴും ബെഡ് റെസ്റ്റ് പറഞ്ഞെടുത്തുനിന്ന് അവൾക്ക് വരണമെന്ന് പറഞ്ഞിട്ട് വന്നതാ. അപ്പൊ അതൊക്കെ ഒരു എന്താ പറയാ, അമ്മയുടെ ഒരു അനുഗ്രഹം എന്ന് ഞങ്ങൾ പറയുള്ളൂ. നമസ്കാരം. ഒരു നാട് മുഴുവൻ ഒന്നടങ്കം ഒരേ മനസ്സോടുകൂടെ ഭക്തിസാന്ദ്രമായിട്ട് നിൽക്കുന്ന മണിക്കൂറുകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതായത് ആറ്റുകാൽ പൊങ്കാല ദിവസമാണ്. അമ്മയ്ക്ക് വേണ്ടി നൈവേദ്യം അർപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന ഒരുപാട് സ്ത്രീ ജനങ്ങൾ. അത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കറിയാം, തലസ്ഥാന നഗരി ഒന്നടങ്കം ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ദിവസം തന്നെയാണ് ആറ്റുകാൽ പൊങ്കാല. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. തുടക്കം മുതൽ തന്നെ, അതായത് രാത്രി 2:30 മുതലൊക്കെ തന്നെ ഇവിടെ ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിലേക്ക് സ്ഥലം പിടിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള ആളുകൾ, അത്രമാത്രം അമ്മയ്ക്ക് മുന്നിൽ പൊങ്കാല അർപ്പിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരുപാട് ആളുകൾ തിരുവനന്തപുരത്ത് നിന്ന് മാത്രമല്ല കേരളത്തിന്റെ പല കോണിൽ നിന്നും എത്തിയിട്ടുള്ള ഭക്തജനങ്ങളാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും വളരെ സന്തോഷത്തോടെയുള്ള ഓരോ മുഖങ്ങളാണ് നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. നാരീശക്തികൾ അമ്മയ്ക്ക് മുൻപിൽ അർപ്പിക്കുന്ന നൈവേദ്യം ഒരുപക്ഷെ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കേണ്ടി വരുന്ന ഒരു ചടങ്ങാണ് ഇത്. നമുക്കറിയാം, ലോക റെക്കോർഡുകൾ അടക്കം നേടിയിട്ടുള്ള ഒരു ആഘോഷം തന്നെയാണ് ഇത്. ശബരിമല, സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ പൊങ്കാല ദിവസം, ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല ദിവസമാണിത്. എന്തായാലും നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇവിടെ പൊങ്കാല അർപ്പിക്കാൻ വന്നിട്ടുള്ള ആളുകളിലേക്ക് തന്നെ പോകാം. അമ്മ, പേരെന്താണ്? എന്റെ പേര് അജിത. കല്ലിയൂർ. എല്ലാ തവണ കഴിയുന്ന എല്ലാ തവണയും വന്നിടാറുണ്ട്. നമുക്കെല്ലാം അമ്മയാണ്. എല്ലാം എന്ത് നമ്മള് മനസ്സിൽ വിചാരിച്ച് ഇട്ടാലും ഉറപ്പായിട്ടും അത് സാധിക്കും. ജീവിതത്തിൽ നന്മയുണ്ടായിട്ടുള്ള അനുഗ്രഹമാണ്. ഇത് തന്നെയാണ്, എല്ലാം അമ്മയുടെ അനുഗ്രഹമാണ് എന്ന് കരുതിക്കൊണ്ട് അമ്മയ്ക്കൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന ഒരുപാട് ഭക്തർ. അത് തന്നെയാണ്. നമുക്ക് കൂടുതൽ അമ്മമാരിലേക്ക് പോകാം. തെരളിയും പായസവും പാൽപായസവും വെള്ളച്ചോറും എല്ലാം നിവേദിച്ച് ഞങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ വന്നു പോകാറുണ്ട്. ഞങ്ങളെ എല്ലാ കുഞ്ഞുങ്ങളെ എല്ലാം കൊല്ലം ശാസ്താംകോട്ട ഞങ്ങളുടെ സ്ഥലം. എങ്ങനെയാണ് ഇവിടെ ആദ്യമായിട്ട് എത്തിപ്പെടുന്നത്? ആദ്യമായിട്ട് തൊഴാൻ വന്ന് ഞങ്ങൾ ഈ വീട്ടിൽ വന്ന് ഞങ്ങൾ 2 പേര് ചോദിച്ച അന്ന് മുതലാണ് ഈ വീട്ടിൽ ഇരിക്കുന്നത്. ഒരു 10 വർഷം ഞങ്ങളെ ഡ്രസ്സും എല്ലാം ഇങ്ങനെ ഒന്നിച്ചെടുക്കാറ് പതിവുണ്ട്. ഞങ്ങളൊരു ഇന്നോവ വണ്ടി, പിന്നെ ഈ വർഷം എന്റെ കൂടെ വരുന്ന കൂട്ടുകാരിക്ക് കാറിന്റെ പുതിയ വണ്ടി എടുത്ത്, അപ്പൊ ആ വണ്ടിയിലും 5 പേര് വന്നിട്ടുണ്ട്. അല്ല അല്ല അല്ല, ഞങ്ങള് വേറെ ഡ്രൈവറെ വെച്ച് വെച്ചിട്ടുണ്ട്. ഓ, സന്തോഷം. അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇനിയും അത് തുടർന്ന് വേണമെന്ന് ഉള്ള ആഗ്രഹത്തോടെ ഞങ്ങൾ അമ്മയ്ക്ക് നിറഞ്ഞ മനസ്സോടെ എന്റെ അമ്മയ്ക്ക് പ്രണാമം. ഈ പറഞ്ഞു വരുന്നത്, ഇപ്പോ ദൈവത്തിനെ പ്രാർത്ഥിച്ചാൽ മാത്രമേ ഇത് സാധിക്കൂ എന്നല്ല, എങ്കിൽ പോലും ആ ഒരു വിശ്വാസമാണ്, അമ്മ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം. അതിന്റെ ഒരു നിമിഷങ്ങളാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. എന്തായാലും ആറ്റുകാൽ പൊങ്കാല അതീവ സന്തോഷത്തോടെ ആഘോഷത്തോടെ തന്നെ മുന്നോട്ട് പോവുകയാണ്. സുജാത. പത്തനംതിട്ട. പത്തനംതിട്ടന്ന് വരുവാണ്. എന്താണ് അമ്മ എന്ന് പറയുമ്പോൾ വികാരം? അമ്മയെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രത്യമ്മ പോലുള്ള സന്തോഷങ്ങളാണ്. ഒരു പ്രാവശ്യം ഈ പൊങ്കാല ഇട്ടില്ലെങ്കിൽ നമുക്ക് നല്ല വിഷമമാണ്. അപ്പൊ നമ്മളെല്ലാ ബുദ്ധിമുട്ടും സഹിച്ചു വന്ന് അമ്മയെ തൊഴുത് പൊങ്കാല ഇട്ടിട്ട് പോകും. ഇല്ല, ഒന്നുമില്ല. വെയിലും കാലാവസ്ഥയുടെ കാര്യമൊക്കെ പറഞ്ഞ ബുദ്ധിമുട്ടൊന്നുമില്ല. ഹാപ്പിയാ. നല്ല ഞങ്ങള് 4 പേര്. ശൈലജ, ഞങ്ങളെല്ലാം ഇത് മോള്, അത് ചേച്ചി, ഞങ്ങളെല്ലാം ബന്ധുക്കളാണ്. അല്ല, ഞാൻ 3ാമത്തെ തവണയാണ്. പൊങ്കാല എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിൽ എല്ലാ വർഷം ആ സമയമാകുമ്പോ വന്ന് ഇടണം എന്നുള്ളൊരു മനസ്സിലാഗ്രഹമുണ്ട്. ഈ വർഷം അത് അമ്മ സാധിച്ചു തന്നു. യാത്രയുടെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് നമുക്ക്, എന്നാലും അതൊക്കെ ഞങ്ങൾ തരണം ചെയ്തു പോയി. സ്ത്രീകളുടെ ശബരിമല എന്നാണ്, പക്ഷെ നമ്മൾ ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെങ്കിൽ ഒരു സപ്പോർട്ട് വേണമല്ലോ. അപ്പൊ വീട്ടിലെ പുരുഷന്മാരുടെ സപ്പോർട്ട് നല്ല സപ്പോർട്ടാണ്. വീട്ടുകാരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണല്ലോ ഞങ്ങൾ ഇവിടെ വന്നത്. വീട്ടിലെ സപ്പോർട്ട്.
ശ്രീജ. ശ്രീജ, എല്ലാ തവണയും പൊങ്കാല ഇടാറുണ്ടോ? അത് എന്റെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ പൊങ്കാല ഇടാറുണ്ട്. കഴിഞ്ഞ വർഷം ആറ്റുകാല അമ്പലത്തിൽ ആദ്യമായിട്ട് പൊങ്കാല ഇട്ടത്. വീണ്ടും വീണ്ടും പൊങ്കാല ഇടണം, ഓരോ വർഷവും പൊങ്കാല ഇടണം എന്നുള്ള ആഗ്രഹമാണ്. ഇപ്രാവശ്യം സുഖമില്ലാതിരുന്ന എങ്കിലും എനിക്ക് ഭഗവതി ആ ഒരു സമയമായപ്പോൾ എല്ലാത്തിനുള്ള സാഹചര്യം ഒത്തു തന്നു. ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും 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 വരാനുള്ള ആഗ്രഹമാണ്, സത്യമാണ് അത്. എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചൊരു സാഹചര്യമായിരുന്നു. പക്ഷെ എനിക്ക് ഭഗവതിയായിട്ടാണ് ഈ ഒരു അവസരം തന്നത്. തീർച്ചയായിട്ടും വളരെ സന്തോഷം. ചേച്ചി, ആറ്റുകാലമ്മ എന്ന് പറയുമ്പോൾ എന്താ തോന്നുന്നു? ആറ്റുകാലം ഞങ്ങൾ ഒറ്റപ്പാലത്ത് നിന്നാണ് വരുന്നത്. ഇപ്പൊ കുറേ കാലമുള്ള ഒരു ആഗ്രഹമായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇവള്. അപ്പൊ അവള് കൊല്ലത്താണ്. ഞങ്ങൾ അവിടെ വന്ന് ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ്. ചേച്ചി പേരെങ്ങനെയാണ്? ശ്രീലത. ശ്രീലത. സുഹൃത്തിനെയൊക്കെ ഇവിടെ കൊണ്ടുവന്നത് താങ്കളാണെന്ന് പറയുന്നത്. അവളെ എന്റെ ഏറ്റവും ബെസ്റ്റ് സുഹൃത്താണ്. ഞങ്ങള് 30 വർഷമായിട്ടേ ഉള്ള ആത്മബന്ധ. അപ്പൊ അവൾക്ക് കുറെ ആഗ്രഹമാണ്. ഞങ്ങളിങ്ങനെ പൊങ്കാല ഇടുന്നൊക്കെ അവള് കാണുകയൊക്കെ ചെയ്യുമ്പോ അവൾക്ക് ഭയങ്കര ആഗ്രഹം. അപ്പൊ എന്നോട് പറയും എനിക്ക് പൊങ്കാല ഇടണം. ഞാൻ പറയും എന്താ അതിന്, നിനക്ക് എപ്പോഴാ സൗകര്യം എന്ന് വെച്ചാൽ പറഞ്ഞോളൂ. അപ്പൊ അവൾക്ക് ഇപ്പോഴാണ് സൗകര്യമായത്. അപ്പൊ അവള് വന്നു, എന്റെ വീട്ടിൽ വന്നു. അവളുടെ കൂടെ ഈ ഒരു ഫ്രണ്ടും ഉണ്ട്, രണ്ടാളും ഒറ്റപ്പാലത്ത് വരാ. അപ്പൊ വന്നിട്ട് ഇവിടെ ഞങ്ങള് മിനിഞ്ഞാന്ന് വന്നു. വന്നിട്ട് ഞങ്ങള് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി, ഇവിടെ അമ്പലത്തിൽ ഇവിടെ ആറ്റുകാല് തൊഴുതു. പിന്നെ ഒക്കെ കൊണ്ടുപോയി കാണിച്ചു. ഒക്കെ അവരൊരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ലോകമല്ലേ നമ്മള് വ്രതശുദ്ധിയോട് കൂടിയിട്ടൊക്കെ എടുക്കല്ലേ. അപ്പൊ നമുക്ക് ഇത്രയും ആൾക്കാരൊക്കെ കൂടി വരുമ്പോ നമ്മള് അതിലൊരു പണക്കാര് അങ്ങനെ ചെറുത് വലുതൊന്നൊന്നുമില്ല, എല്ലാവരും ഇവിടെ തുല്യരാ. ഒരേപോലെ സംഘടനക്കാരുടെ ആഹാരം നമ്മള് വരിയായിട്ട് മണിക്കൂറുകളോളം നിന്ന് വെയിൽ കൊണ്ടിട്ട് നമ്മൾ ആഹാരം മേടിച്ച് കഴിക്കണു. അതൊക്കെ ഒരു പ്രത്യേക ഒരു വൈബാണ്. എന്നാൽ നമുക്ക് പുറത്തൊക്കെ നമുക്ക് കാശ് കൊടുത്ത് വാങ്ങാൻ കിട്ടും. എങ്കിൽ ഇതൊക്കെ നമുക്ക് പിന്നീട് ഓർത്തെടുക്കുമ്പോൾ ഒരു വലിയൊരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് അതേ വഴിയിലാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുക അങ്ങനെ ഒന്നുമില്ല. ഇവരൊക്കെ ഈ തരുന്ന ഭക്ഷണങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ എത്ര മണിക്കൂർ വേണമെങ്കിലും നിന്നിട്ട്, ഇന്നലെ ഞങ്ങൾ 3 മണിക്കൂറോളം ഞങ്ങളിങ്ങനെ വരിയിൽ നിന്നിട്ടാ. അപ്പൊ അതൊക്കെ ഒരു അനുഭവം അല്ലേ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ പോയി ഇത് മുഴുവനും ഞങ്ങൾ ചുറ്റിക്കറങ്ങി കാണും. അതൊക്കെ നമുക്ക് പിന്നെ എന്നും ഒരു ഇതല്ലേ. അപ്പൊ അങ്ങനെ ഇവർക്കൊക്കെ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത തരത്തിലുള്ളതാണ്. അപ്പൊ ഞാൻ പിന്നെ അവർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അവർക്ക് ഈ പൊങ്കാലയും കൂടെ അർപ്പിച്ചു കഴിയുമ്പോൾ അവരുടെ ആഗ്രഹം സാധ്യമായി കൊടുക്കട്ടെ എന്നാൽ ഞാൻ അവരെക്കാട്ടിലും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്റെ ഒരു വിശ്വാസത്തിൽ അവരിവിടെ വന്നതേ. അപ്പൊ അവരെ ഞാൻ കാട്ടിലും കാര്യമായിട്ട് എനിക്ക് അവരെ നോക്കേണ്ടതുണ്ട്. അപ്പൊ പിന്നെ ഞാൻ അവർക്കെല്ലാം പറഞ്ഞു കൊടുത്ത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയുമ്പോ തന്നെ എനിക്ക് ശരിക്കും വലിയൊരു അനുഭവം. എനിക്ക് ഇവിടെ ഒരു 20 വർഷമായിട്ട് ഞാനും ഇവളൊക്കെ ചെയ്യാറുള്ളത്. അവള് എന്റെ ചേച്ചിയുടെ മോളാണ്. അപ്പൊ അവൾക്കിപ്പോ തീരെ വയ്യ. അവൾക്ക് ഒരു ആക്സിഡന്റ് പറ്റി തുടയിലൊക്കെ പൊട്ടിയിട്ട് കമ്പിയൊക്കെ കയറ്റിയിട്ടിരിക്കുക. അപ്പോഴും ബെഡ് റെസ്റ്റ് പറഞ്ഞെടുത്തുനിന്ന് അവൾക്ക് വരണമെന്ന് പറഞ്ഞിട്ട് വന്നതാ. അപ്പൊ അതൊക്കെ ഒരു എന്താ പറയാ, അമ്മയുടെ ഒരു അനുഗ്രഹം എന്ന് ഞങ്ങൾ പറയുള്ളൂ. ഞങ്ങൾ അത്രയ്ക്ക് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അമ്മ നേരത്തെ തരുന്നുണ്ട്. അപ്പം പിന്നെ പറയാൻ ചിലപ്പം പറയാൻ ഒരുപാട് പറയണമെന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ പെട്ടെന്ന് വാക്കുകൾ കിട്ടില്ല. അത്രയ്ക്കും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് ആറ്റുകാലം. ചേച്ചി ആ ചേച്ചിയുടെ സുഹൃത്തിനൊപ്പം വന്നതാണ്. അതെ അതെ. അതായത് നമ്മുടെ ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ഒത്തൊരുമ, ഒരുമിച്ച് കൂടുതലൂടെ തീർച്ചയായും 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 അതന്നെ. ഇങ്ങോട്ട് വരണം എന്ന് ഒരുപാട് കാലത്തെ ആഗ്രഹമാണ്. വരാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷെ മനസ്സ് ഇവിടെ എത്തിച്ചു. അതിന് ഇവളൊരു കാരണം, ഈ ചേച്ചി ഒരു കാരണം. ആ ഒരു ഇതിലാണ് എന്താ പറയേണ്ടതെന്ന്. ആദ്യത്തെ തവണയാണ് ഞങ്ങള്. അതന്നെ, അന്ന് മുതലേ ഉള്ളിൽ എന്തോ ഒരു ഇതാണ് എന്തെന്നറിയാൻ വേണ്ടി. ഇതുവരെയും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. ഇനി പൊങ്കാലയും കൂടി സമർപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാ ആഗ്രഹങ്ങളും ഇവിടെ സമർപ്പിക്കാണ്. ചേച്ചി പേരെങ്ങനെയാ? എന്റെ പേര് സുമ. അല്ല, ഞങ്ങളൊരു 17 വർഷം കൊണ്ട് വരും. മോളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയായിരുന്നു ഞാൻ പൊങ്കാലയിട്ട് തുടങ്ങിയത്. അന്ന് മുതല് അമ്മയെ നല്ല വിശ്വാസമാണ്. കൂടെയുണ്ട്. എന്തായാലും ആഘോഷങ്ങൾ തുടരുകയാണ്, വിശ്വാസങ്ങൾ തുടരുകയാണ്. മനസ്സിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു പൊങ്കാലയിടൽ തന്നെയാണ് ഇത്തവണയും ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്.
എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ